അപ്പോൾ മതം ചോദിച്ചുകൊണ്ട് അയാളുടെ വസ്ത്രം പൊക്കി നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ അയാളോട് കലിമ ചൊല്ലാൻ പറഞ്ഞുകൊണ്ട് നടത്തുന്ന മനുഷ്യത്വരഹിതമായ ക്രൂരമായ പൈശാചികമായ ഒരു നടപടി ലോക ചരിത്രത്തിൽ ഇവരുടെ ചരിത്രത്തിലല്ലാതെ വേറെ എവിടെയും കാണാൻ സാധ്യമല്ല. പേര് പാലസ്തീനിൽ ഹമാസ് ആണ്, സിറിയയിൽ ISIS ആണ്, ഇറാഖിൽ അൽ ഖ്വയ്ദയാണ്. പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇവരുടെ എല്ലാം പ്രവർത്തനം ഒന്ന് തന്നെയാണ്. എടപ്പള്ളിയിൽ കൊല്ലപ്പെട്ട ശ്രീ രാമചന്ദ്രന്റെ ഡ്രൈവർ മുസ്ലിം ആയിരുന്നു. അദ്ദേഹം മുസ്ലിം ആയതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഭാഗ്യം എന്ന് പറയാൻ പറ്റുള്ളൂ. കാശ്മീരിലെ ഇസ്ലാമിക മത തീവ്രവാദത്തിനെതിരായി ലീഗ് നടത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു സമ്മേളനം ഉണ്ടോ? ഈ മുസ്ലിം സംഘടനകൾ ഏതെങ്കിലും തരത്തിലുള്ള പൊതു പ്രതിഷേധ പരിപാടി നടത്തിയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. നമസ്കാരം. ജമ്മു കാശ്മീർ ഭീകരാക്രമണത്തിൽ 25ഓളം പേർ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഹിന്ദു ഐക്യവേദി നേതാവായ RV ബാബു ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. ഇതൊരു ഹമാസ് മോഡൽ ആക്രമണമാണോ ഉണ്ടായിരിക്കുന്നത്? ഹമാസ് മോഡൽ ആക്രമണം എന്ന് പറഞ്ഞാൽ തീവ്രവാദത്തിന് ഒറ്റമൊക്കെയുള്ളൂ. അത് മനുഷ്യത്വഹീനമായി നിരപരാധികളെ കൊന്നൊടുക്കുന്ന സമീപനമാണ്. അത് പാലസ്തീനിലെ ഹമാസ് ആയാലും ISIS ആയാലും അൽ ഖ്വയ്ദ ആയാലും ലഷ്കർ ഇ തൊയ്ബ ആയാലും ഇപ്പോൾ അവരുടെ ഭാഗമായി കാശ്മീരിൽ പ്രവർത്തിക്കുന്ന റെസിസ്റ്റൻ്റ് ഫ്രണ്ട് ആയാലും ഒക്കെ തീവ്രവാദികൾ പ്രവർത്തിക്കുന്ന ഒരേ രൂപത്തിലാണ്. അവരുടെ മോഡസ് ഓപ്പറാൻഡി ഒരേപോലെയാണ്. നിരപരാധികളെ കൊല്ലുക, സ്ത്രീകളെ കൊല്ലുക, കുട്ടികളെ കൊല്ലുക. ലോകത്തെല്ലായിടത്തും തീവ്രവാദം ഈ രീതിയിലാണ് ആക്രമണം നടത്തുന്നത്. കാശ്മീരിലും ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ആ മുഖമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഹമാസാണോ അൽ ഖ്വയ്ദയാണോ, പേരിൽ വ്യത്യാസം വന്നേക്കാം. പേര് പാലസ്തീനിൽ ഹമാസ് ആണ്, സിറിയയിൽ ISIS ആണ്, ഇറാഖിൽ അൽ ഖ്വയ്ദയാണ്. പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇവരുടെ എല്ലാം പ്രവർത്തനം ഒന്ന് തന്നെയാണ്. ഈ ലോകത്തെ ഇസ്ലാമീകരിക്കുക, ലോകത്തെ ഇസ്ലാമീകരിച്ചുകൊണ്ട് ഇസ്ലാം അല്ലാത്തവരെ മുഴുവൻ ഇല്ലാതാക്കുക എന്ന ഒരു പ്രത്യയ ശാസ്ത്രത്തിന് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇവരുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. മതം ചോദിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു വലിയൊരു ക്രൂരകൃത്യം ഉണ്ടായിരിക്കുന്നത്. മതം ചോദിക്കുന്നു, കലിമയെല്ലാം പറയുന്നു, കൂട്ടത്തിൽ ഇസ്ലാമായിട്ടുള്ള ആളെ വെറുതെ വിടുകയും ചെയ്യുന്നു. എടപ്പള്ളിയിൽ കൊല്ലപ്പെട്ട ശ്രീ രാമചന്ദ്രന്റെ ഡ്രൈവർ മുസ്ലിം ആയിരുന്നു. അദ്ദേഹം മുസ്ലിം ആയതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഭാഗ്യം എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അയാളും കൊല്ലപ്പെട്ടേനെ. അപ്പോൾ മതം ചോദിച്ചുകൊണ്ട് അയാളുടെ വസ്ത്രം പൊക്കി നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ അയാളോട് കലിമ ചൊല്ലാൻ പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഇത്തരത്തിലുള്ള ഒരു മനുഷ്യത്വരഹിതമായ ക്രൂരമായ പൈശാചികമായ ഒരു നടപടി ലോക ചരിത്രത്തിൽ ഇവരുടെ ചരിത്രത്തിലല്ലാതെ വേറെ എവിടെയും കാണാൻ സാധ്യമല്ല. ഇത് തികച്ചും മനുഷ്യത്വ വിരുദ്ധമാണ്, പൈശാചികമാണ്, ലോക മനസാക്ഷിക്ക് നിരക്കാത്തതാണ്. മനുഷ്യത്വത്തോട് അല്പമെങ്കിലും സ്നേഹമുള്ള മുഴുവൻ ആളുകളും ഈ ഇസ്ലാമിക മതഭീകരവാദത്തിനെതിരെ അതിനെ തള്ളിപ്പറയണം. ഇവിടെ നമുക്ക് ചോദിക്കാനുള്ളത്, ലീഗ് അടക്കമുള്ള മുസ്ലിം സംഘടനകൾ നാളിതുവരെ ഇസ്ലാമിക മത തീവ്രവാദത്തിനെതിരായി പൊതുസമൂഹത്തെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു പരിപാടി നടത്തിയതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ലീഗ് പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ലീഗ് അതുപോലുള്ള നിരവധി സമ്മേളനങ്ങൾ നടത്തും. ഇസ്ലാമിക തീവ്രവാദത്തിന് എതിരായി കാശ്മീരിലെ ഇസ്ലാമിക മത തീവ്രവാദത്തിനെതിരായി ലീഗ് നടത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു സമ്മേളനം ഉണ്ടോ? ഈ മുസ്ലിം സംഘടനകൾ ഏതെങ്കിലും തരത്തിലുള്ള പൊതു പ്രതിഷേധ പരിപാടി നടത്തിയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതിൻ്റെ അർത്ഥം പുറമേക്ക് ഇവർ പറയുന്നതല്ല യഥാർത്ഥത്തിൽ ഇവരുടെ ഉള്ളിലുള്ളത്. ഇവരെല്ലാം വ്യത്യസ്ത പേരുകളിൽ ഇസ്ലാമിക ആശയത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അത് പൊതുസമൂഹത്തെ വഞ്ചിക്കുന്ന നിലപാടാണ് എന്നാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. ഒരു സമാധാനം പുലർന്നു പോന്നിരുന്ന കുറച്ചു കാലമായി അത്തരത്തിൽ പോന്നിരുന്ന ഒരു സ്ഥലത്താണ് ഇത്തരത്തിൽ പെട്ടെന്നൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കാശ്മീർ വളരെ വേഗം സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് വരികയും കാശ്മീരിലേക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് ടൂറിസ്റ്റ് പാക്കേജുകൾ അങ്ങോട്ട് പോവുകയും ഒരുപാട് ആളുകൾ അങ്ങോട്ട് വിസിറ്റേഴ്സായിട്ട് വരുന്നു. കാശ്മീർ വലിയ തോതിലുള്ളൊരു മാറ്റം വരികയാണ്. കാശ്മീർ ജനത ഭാരതത്തിൻ്റെ രാഷ്ട്രത്വത്തിലേക്ക് ലയിക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഭാരതം ഒറ്റ രാഷ്ട്രം എന്ന സങ്കല്പത്തിൽ കാശ്മീരും അവിഭാജ്യ ഘടകമായി ചേരുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെ തകർക്കുക എന്ന ലക്ഷ്യമാണ് ഭീകരവാദികൾക്കുള്ളത്. കാശ്മീരിലെ ജനത ഭീകരവാദത്തോട് സലാം പറഞ്ഞ് അല്ലെങ്കിൽ അതിനെ തള്ളിപ്പറഞ്ഞ്
ജനങ്ങൾക്ക് വരുമാനം വർദ്ധിക്കുന്നു, തൊഴിലുണ്ടാകുന്നു, വലിയ തോതിൽ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ മാറ്റം വരുന്നു. ഇതിനെ തകർക്കുക എന്ന ഉദ്ദേശമാണ് ഭീകരവാദികൾക്ക്. കാശ്മീരിലെ ഈ പുരോഗതി തകർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് പാകിസ്ഥാൻ്റെ സഹായത്തോടുകൂടി നടക്കുന്ന ആസൂത്രിതമായ ആക്രമണമാണ് കാശ്മീരിലേത്. ടിറ്റ് ഫോർ ടാറ്റ് എന്നുള്ള നടപടി ഈ കാര്യത്തിലുണ്ടാവണം. നിരപരാധികളുടെ രക്തത്തിന് പാകിസ്ഥാനും പാകിസ്ഥാൻ്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഭീകരവാദ ശക്തികളും കണക്ക് പറഞ്ഞേ പറ്റൂ. കേന്ദ്ര സർക്കാർ ആ നിലയ്ക്ക് നടപടികൾ എടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.